പോളിന്റെ മൃതദേഹം പുൽപ്പള്ളി നഗരത്തിൽ എത്തിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നമ്മൾ കണ്ടു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു, മുദ്രാവാക്യം വിളികളുമായി. ഇപ്പോൾ വനം വകുപ്പ് ജീപ്പ് എത്തിയതോടെയാണ് പ്രതിഷേധക്കാർ ജീപ്പിനു നേരെ തിരിഞ്ഞതും. ജീപ്പ് പൊളിച്ചു, ജീപ്പിന്റെ റൂഫ് വലിച്ചു കീറി, ടയറിന്റെ കാറ്റ് അഴിച്ചുവിട്ടു. അങ്ങനെ വലിയ രീതിയിൽ അക്രമത്തിലേക്ക് നീങ്ങി. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കുന്നതിനായി ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവരെ നമുക്കവിടെ കാണാം. സമരക്കാരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും ഇത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരാഴ്ചക്കിടെ 2 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1 മാസത്തിനിടെ 3 മരണം. അതുകൊണ്ട് തന്നെ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായാണ് പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ജനക്കൂട്ടം രോഷാകുലരാണ്. സാനിയോ മനോമി ചേരുന്നു. സാനിയോ, ഒരു സംഘർഷാവസ്ഥയുണ്ടോ അവിടെ? കാരണം പോലീസുമായി വലിയ വാക്കേറ്റമുണ്ടായി, ഉന്തും തള്ളുമുണ്ടായി, വനംവകുപ്പിന്റെ ജീപ്പ് തകർത്തു. അങ്ങനെ പ്രതിഷേധം മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ്. പ്രതിഷേധം തുടരുക തന്നെയാണ്. അതായത് ജീപ്പ് ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരക്കാർ ആദ്യം പ്രതിഷേധിച്ചത്. വനംവകുപ്പിന്റെ ജീപ്പ്, ആ ജീപ്പ് തകർത്തിട്ടില്ല, അതിന്റെ കാറ്റഴിച്ചു വിടുന്ന സാഹചര്യമാണ്. ഏതായാലും ഇപ്പോൾ ചുറ്റിലും പോലീസ്, വനംവകുപ്പ് ജീപ്പിന് ചുറ്റിലും പോലീസ് നിന്നുകൊണ്ട് വലയം തീർക്കുകയാണ്. ആ ജീപ്പിന് നേരെയുള്ള പ്രതിഷേധം ഒഴിവാക്കാനായി പോലീസ് ഇപ്പോൾ ചുറ്റിലും നിന്നുകൊണ്ട് വലയം തീർക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നാട്ടുകാരുമായി സംസാരിക്കുന്നു, പ്രതിഷേധക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വനംവകുപ്പിന്റെ ജീപ്പാണ് ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നത്. അതിന്റെ റൂഫ് വലിച്ചു കീറിയിട്ടുണ്ട്, ടയറിന്റെ കാറ്റ് അഴിച്ചു വിട്ടു. ഇത് തടയാൻ ചെന്ന പോലീസുകാരുമായി വലിയ രീതിയിലുള്ള വാക്കേറ്റവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ തുടരുകയാണ്. ജനപ്രതിനിധികളുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായും ഉൾപ്പെടെ വലിയ രീതിയിൽ വാക്കേറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ പ്രതിഷേധം കത്തുകയാണ്. പുൽപ്പള്ളിയിൽ, വയനാട്ടിൽ